റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോയിൽ 2ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ 5ാമത്തെ പാഠമാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ 5ാമത്തെ പാഠത്തിൻ്റെ ഹെഡിങ് എന്താണ്? ദാലിക ബുർത്തുഖാലുൻ എന്നാണ്. ദാലിക ബുർത്തുഖാലുൻ അല്ലേ? ദാലിക എന്ന് പറഞ്ഞാൽ അത് എന്നാണ് അർത്ഥം. അത് എന്താണ്? ബുർത്തുഖാലുൻ. ബുർത്തുഖാൽ പറഞ്ഞാൽ മധുര നാരങ്ങ എന്ന് പറയാം. മധുര നാരങ്ങ അല്ലെങ്കിൽ ഓറഞ്ച് എന്നും പറയാം. അപ്പോൾ ദാലിക ബുർത്തുഖാൽ എന്ന് പറഞ്ഞാൽ അത് മധുര നാരങ്ങയാണ് അല്ലെങ്കിൽ അത് ഓറഞ്ചാണ് എന്നും പറയാം. പാഠഭാഗത്തിൽ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ ചൂണ്ടി എന്താണ് പറയുക എന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഒരു കൊട്ടയിൽ കുറച്ച് മധുര നാരങ്ങ ഓറഞ്ചുകളുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നു ദാലിക ബുർത്തുഖാലുൻ. നമ്മൾ പറഞ്ഞല്ലോ അത് എന്താണ്? അത് ദാലിക, അത് നേരത്തെ പറഞ്ഞതാണ്. ബുർത്തുഖാലുൻ എന്താണ്? മധുര നാരങ്ങയാണ് അല്ലെങ്കിൽ അത് ഓറഞ്ചാണ് എന്ന് പറയും. ഇനി അടുത്തൊരു ചിത്രം നോക്കൂ. അവിടെ ആപ്പിളാണ് ഇതിലുള്ളത് അല്ലേ? ആപ്പിൾ. അപ്പോൾ എന്താണ് പറയുന്നത്? തിൽക തുഫാഹത്തുൻ എന്നാണ് പറയുന്നത്. തിൽക തുഫാഹത്തുൻ. തിൽക എന്ന് പറഞ്ഞാലും അർത്ഥം അത് എന്ന് തന്നെയാണ്. അത്. തുഫാഹത്തുൻ എന്ന് പറഞ്ഞാൽ ആപ്പിൾ. അപ്പോൾ അത് ആപ്പിളാണ് അല്ലെങ്കിൽ അത് ആപ്പിളാകുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ ദാലിക ബുർത്തുഖാലുൻ അത് ഓറഞ്ചാകുന്നു. തിൽക തുഫാഹത്തുൻ അത് ആപ്പിളാകുന്നു. അപ്പോൾ എന്താണ് അതിലെ വ്യത്യാസം എന്നുള്ളത് അവസാനം പറഞ്ഞുതരാം. ഇനി ബാക്കി കൂടി നോക്കാം നമുക്ക്. ഇനി അടുത്തത് നോക്കൂ, വെണ്ടക്ക കാണുന്നുണ്ടല്ലേ? വെണ്ടക്ക. അപ്പോൾ എന്താണ് പറയുന്നത്? ദാലിക ബാമിയ. ദാലിക നമ്മൾ നേരത്തെ പറഞ്ഞ അതേ അർത്ഥം തന്നെയാണ്. അത് എന്താണ്? ബാമിയ. ബാമിയ പറഞ്ഞാൽ വെണ്ടക്ക. വെണ്ട, അത് വെണ്ടക്കയാകുന്നു എന്നാണ് അർത്ഥം. ഇനി മറ്റൊന്ന് നോക്കൂ. അതിൻ്റെ താഴെതാ ഇവിടെ തണ്ണിമത്തൻ്റെ ചിത്രമാണ്. ബത്തക്ക എന്നൊക്കെ പറയുമല്ലോ. ബത്തക്ക, തണ്ണിമത്തൻ, വാട്ടർമെലോൺ. അപ്പോൾ ഇവിടെ തിൽക ബിത്തീഖത്തുൻ എന്നാണ് പറയുന്നത്. തിൽക ബിത്തീഖത്തുൻ. തിൽക എന്ന് പറഞ്ഞാലും അത് എന്നാണ്. ബിത്തീഖത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിത്തീഖത്ത് തണ്ണിമത്തൻ. ചില നാടുകളിൽ ബത്തക്ക എന്നും പറയാറുണ്ട്, തണ്ണിമത്തൻ. അപ്പോൾ തിൽക ബിത്തീഖത്തുൻ എന്ന് പറഞ്ഞാൽ അത് തണ്ണിമത്തനാകുന്നു. ഇനി എന്താണ് ഈ ദാലിക തിൽക തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താ എന്നുള്ളത് പറഞ്ഞു തരാം. ഇനി നമ്മൾ ഈ ദാലിക തിൽക ഇതെവിടെയാണ് ഉപയോഗിക്കേണ്ടത്, എന്താണ് അതിൻ്റെ ഉപയോഗം എന്നുള്ളതാണ് പറയുന്നത്. ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചത് ദാലിക തിൽക, അകലെയുള്ള ഒരു സാധനം, ദൂരെയുള്ള ഒരു കാര്യം നമ്മൾ ചൂണ്ടി പറയാൻ, അതിനാണ് ദാലിക തിൽക എന്നുള്ളത് ഉപയോഗിക്കുക. അടുത്തുള്ളതാണെങ്കിൽ ഹാദ ഹാദിഹിയാണ്, ഇത് എന്നുള്ള അർത്ഥം വരും. അകലെയുള്ളതാണെങ്കിൽ, ദൂരത്തുള്ളതാണെങ്കിൽ അഥവാ അത് എന്നുള്ളൊരർത്ഥത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് ദാലിക, അതേപോലെ തിൽക. ഇത് രണ്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും അർത്ഥം ഒന്നാണ്. എന്താണ്? അത് എന്നാണ് അർത്ഥം. അത് എന്നാണ് അർത്ഥം. ഇനി എവിടെയാണ് ദാലിക ഉപയോഗിക്കുക, എവിടെയാണ് തിൽക ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയുന്നത്. നോക്കൂ, ഇവിടെ ആദ്യത്തെ 2 ഉദാഹരണങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഈ ഫസ്റ്റത്തെ ദാലിക ബുർത്തുഖാലുൻ എന്നുള്ളതിൽ അവസാനം ഹാത്താ ഒന്നുമില്ല എങ്കിൽ ദാലിക ആണ് ഉപയോഗിക്കുക. ഈ രക്ഷിതാക്കളാണ് വീഡിയോ കാണുന്നതെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നു. മുദക്കറിനെ സൂചിപ്പിച്ച് പറയുകയാണെങ്കിൽ, അഥവാ ഒരാണ് വർഗത്തെ സൂചിപ്പിച്ച് പറയുകയാണെങ്കിൽ ദാലിക എന്നും, അതേപോലെ ഒരു പെൺവർഗത്തെ സൂചിപ്പിച്ച് പറയുകയാണെങ്കിൽ തിൽക എന്നാണ് ഉപയോഗിക്കുക. ഇനി എല്ലാത്തിലും ആണ് പെണ്ണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ അവസാനം, വാക്കിൻ്റെ അവസാനം താ ഇല്ലെങ്കിൽ ദാലികയും താ ഉണ്ടെങ്കിൽ തിൽക്കയാണ് ഉപയോഗിക്കുക. ഇവിടെ അടുത്ത ഉദാഹരണം നോക്കൂ. തിൽക തുഫാഹത്തുൻ എന്നുള്ള ഈ ഉദാഹരണത്തിൽ ഈ തുഫാഹത്തുൻ എന്നുള്ളതിൻ്റെ അവസാനം ഹാത്ത ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ തിൽക്കയാണ് ഉപയോഗിച്ചത്. മനസ്സിലായല്ലോ?
ഇനി അടുത്തത് നോക്കൂ, ഇവിടെ ദാലിക്ക ബാമിയ എന്നുണ്ട് അല്ലേ. ബാമിയ അത് മുദക്കറായിട്ടാണ് ഉപയോഗിക്കുക. ഇവിടെ അവസാനം എന്തില്ല, ഹാത്ത ഒന്നും കാണാനില്ല, ഹാത്ത ഇല്ല. അപ്പോൾ ദാലിക്കയാണ് ഉപയോഗിച്ചത്, ദാലിക്ക. ഇനി ഹാത്ത ഉണ്ടെങ്കിലോ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത താഴത്ത് നോക്കൂ, തിൽക്ക ബിത്തീഹത്തുൻ എന്നുള്ളിടത്ത് അവസാനം ഹാത്ത കാണുന്നുണ്ട്. അപ്പോൾ ഏതാണ്, തിൽക്കയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാനദണ്ഡം. അത് മനസ്സിലാക്കിയാൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ മനസ്സിലാക്കാം. ഇനി പേജ് നമ്പർ 16 കുറച്ച് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ഒന്നാമത്തത് എന്താ, നുജീബു കമാഫിൽ മിസാലി എന്നാണ്. നുജീബു കമാഫിൽ മിസാലി, ഉദാഹരണത്തിലുള്ള പോലെ ഉത്തരം എഴുതാനാണ്. ഇവിടെ ഒരു ചോദ്യം, എന്താണ് ആ ചോദ്യം, മാദാലിക്ക എന്നാണ്. മാ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കുക, എന്ത് അല്ലെങ്കിൽ എന്താണ് എന്നൊക്കെ ചോദിക്കുക, മാ. ഇനി ചൂണ്ടിക്കാണിച്ചു കണ്ട് അകലുള്ളതാണ്, അതിനെ സൂചിപ്പിക്കാനാണ് ദാലിക്ക തിൽക്ക എന്ന് നമ്മൾ പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു പൂവൻകോഴിയുടെ ഫോട്ടോ ഉണ്ട്. പൂവൻകോഴി ആണായിട്ടാണല്ലോ നമ്മൾ ഉപയോഗിക്കൽ, മുദക്കറായിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ മാ ദാലിക്ക എന്താണത്, അതെന്താണ്? അതിൻ്റെ ആൻസർ ദാലിക്ക ദീക്കുൻ, അത് പൂവൻകോഴിയാണ്. ദാലിക്ക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പാഠഭാഗത്ത് പറഞ്ഞല്ലോ. പിന്നെ ദീക്കുൻ എന്ന് പറഞ്ഞാൽ പൂവൻ കോഴി, അത് പൂവൻ കോഴിയാണ് എന്ന് പറയും. ഇനി വേറെ ഒരു ചിത്രത ഇവിടെ പിടക്കോഴിൻ്റെ ചിത്രമാണ് അല്ലേ. എന്നിട്ട് ഇവിടെ ക്വസ്റ്റ്യൻ മാ തിൽക്ക എന്നാണ് ചോദിച്ചത്. നമ്മൾ നേരത്തെ ആണായതുകൊണ്ട് മാ ദാലിക്കയാണ് ചോദിച്ചത്. ഇവിടെ പെണ്ണാണ്, പിടക്കോഴിയാണ്. അപ്പോൾ മാ തിൽക്ക അതെന്താണ്? ചോദ്യം ഒന്ന് തന്നെയാണ്, പക്ഷേ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും എന്ത് ചെയ്യും, നമ്മൾ പറയുന്ന കാര്യം ആൺ വർഗ്ഗമാണെങ്കിൽ ദാലിക്ക എന്നും പെൺവർഗ്ഗമാണെങ്കിൽ തിൽക്ക എന്നും ഉപയോഗിക്കും. അപ്പോൾ ഈ പിടക്കോഴി പെണ്ണായിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്, പിടക്കോഴി പെണ്ണാണ്. അപ്പോൾ മാ തിൽക്ക അതെന്താണ്? അപ്പോൾ ഇവിടെ ആൻസർ എഴുതുമ്പോഴും എന്ത് ചെയ്യണം, തിൽക്ക എന്നാദ്യം കൊടുക്കണം. തിൽക്ക, മാ തിൽക്ക എന്നാണല്ലോ ചോദ്യം. അപ്പോൾ തിൽക്ക അത് എന്താണ്, ദജാജത്തുൻ എന്നല്ലേ പറയാം. പിടക്കോഴിക്ക് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ, ദജാജത്തുൻ അത് പിടക്കോഴിയാണ്. അപ്പോൾ അങ്ങനെ ആൻസർ ചെയ്താം. ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ, മൻ ദാലിക്ക എന്നാണ്. മൻ ദാലിക്ക, മൻ എന്ന് പറഞ്ഞാൽ ആരാണ് എന്നാണ്. മാ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു എന്താണ്. അപ്പോൾ വസ്തുക്കളാണെങ്കിൽ മാ എന്നാണ് ചോദിക്കേണ്ടത്. ഇനി ആളുകളാണെങ്കിലോ മൻ എന്നാണ് ചോദിക്കുക. മൻ ദാലിക്ക അതാരാണ്? അപ്പോൾ ഇവിടെ ഒരാൺ കുട്ടിയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്ത് പറയാം, ഒരു ആൺകുട്ടിയാണല്ലോ. അപ്പോൾ ദാലിക്കയാണല്ലോ ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ അതന്നെ എഴുതാം, ദാലിക്ക വലതുൻ അതൊരാൺകുട്ടിയാണ്. ഇനി ഒരു പെൺകുട്ടിൻ്റെ ഫോട്ടോ ഇവിടെ ഉണ്ട്. പെൺകുട്ടിയാകുമ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നോക്കൂ, മൻ തിൽക്ക എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതാരാണ്? അപ്പോൾ ആൻസർ എഴുതുമ്പോൾ തിൽക്ക എന്ന് ആദ്യം എഴുതണം, പെണ്ണാണല്ലോ. അപ്പോൾ തിൽക്ക, പെൺകുട്ടിക്ക് എന്താ പറയുക, ബിൻതുൻ എന്നാണ് പറയുക, തിൽക്ക ബിൻതുൻ. അപ്പോൾ സംഗതി മനസ്സിലായിട്ടുണ്ടാവും. ചോദ്യമാണെങ്കിലും ഉത്തരമാണെങ്കിലും ആണിനെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ എന്താണ് ദാലിക്ക, പെണ്ണിനെ സൂചിപ്പിക്കാൻ തിൽക്ക. താ ഇല്ലെങ്കിൽ ദാലിക്ക ഉപയോഗിക്കും, താ ഉണ്ടെങ്കിൽ തിൽക്ക ഉപയോഗിക്കും. ഇനി അടുത്തൊരു വർക്ക് നോക്കൂ, നസ്അലു കമാഫിൽ മിസാലി. നസ്അലു കമാഫിൽ മിസാലി, ഉദാഹരണത്തിലുള്ള പോലെ നമുക്ക് ചോദ്യം ചോദിക്കാം. ഉദാഹരണത്തിലുള്ള പോലെ ചോദ്യം ചോദിക്കാനാണ്. ഇവിടെ ഒരു പെൺകുട്ടി ഇവിടെ ഉണ്ട് അല്ലേ, ഒരു പെണ്ണാണ്. എന്നിട്ട് അതിനെ ചൂണ്ടിങ്ങാണ്ട് ചോദിക്കുന്നത് മൻ തിൽക്ക എന്നാണ്. മൻ തിൽക്ക അതാരാണ്? ഇത് ചോദ്യം മാത്രം മതി, ഉത്തരത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഒരാണാണെങ്കിൽ ഒരാണാണല്ലോ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിനെ ചൂണ്ടിങ്ങാണ്ട് നമ്മൾ എന്താ ചോദിക്കുക, ആളായതുകൊണ്ട് മന്നാണ് ഫസ്റ്റ് ഉപയോഗിക്കേണ്ടത്. മൻ. വസ്തുക്കളാണെങ്കിൽ മാ എന്ന് ഉപയോഗിക്കുക. ആളായതുകൊണ്ട് മൻ എന്ന് ചോദിച്ചു. ഇനി ആണാണല്ലോ, ആൺ വർഗ്ഗമായതുകൊണ്ട് മൻ ദാലിക്ക എന്നാണ് ചോദിക്കുക. മൻ ദാലിക്ക അതാരാണ്? ഇനി അടുത്തത് നോക്കൂ, ഇവിടെ വെണ്ടയുടെ ഫോട്ടോ ഉണ്ട്. നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ച തന്നെ വെണ്ടക്കയുടെ ഫോട്ടോ ഉണ്ട്.
അപ്പോൾ അതെന്താ ചോദിക്കുക, സാധനം വസ്തുക്കളായതുകൊണ്ട് മാ എന്നാണ് ആദ്യം ചോദിക്കുക. മഞ്ഞ് ചോദിക്കരുത്, മാ വസ്തുക്കളാണെങ്കിൽ മാ. ഇനി വെണ്ട എന്താണ്, ബാമിയ എന്നല്ല നമ്മൾ അതിൻ്റെ അറബി പറഞ്ഞത്. അപ്പോൾ എന്തായിരിക്കും, ത ഇല്ലല്ലോ ലാസ്റ്റ്. അപ്പോൾ ദാലിക്കായിരിക്കും ക്വസ്റ്റ്യനിൽ വരിക. മാ ദാലിക്ക അതെന്താണ്, മനസ്സിലായല്ലോ. ഇനി ഇവിടെ വത്തക്കൻ്റെ ഫോട്ടോ. അപ്പോൾ എന്തായിരിക്കും, വസ്തു തന്നെയാണ്, ഒരു വസ്തുവാണ്, അതുകൊണ്ട് മാ എന്ന് തന്നെയാണ് ചോദിക്കുക. മാ അതെന്താണ് മാ. ഇനി പിന്നെ വത്തകക്ക് എന്താ പറയുക, തണ്ണിമത്തന് പറയുന്നത് ബിത്തുൻ എന്നാണ് പറയുക, ലാസ്റ്റ് ത ഉണ്ടായത് കൊണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മൾ മാ തിൽക്കയാണ് ചോദിക്കുക. തിൽക്ക, മാ തിൽക്ക അതെന്താണ് എന്നാണ്. അർത്ഥമൊക്കെ ഒന്ന് തന്നെയാണ്, പക്ഷേ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. ആൺവർഗമാണെങ്കിൽ ദാലിക്ക, പെൺവർഗമാണെങ്കിൽ തിൽക്ക, അത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു വർക്ക് നോക്കൂ. ഇവിടെ നഖ്റഉ മിനൽ ഖുർആൻ, ഖുർആനിലുള്ള 2 ആയത്തുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 ആയത്തിൻ്റെ ഭാഗങ്ങൾ. അതിൽ നമ്മൾ പഠിച്ച ദാലിക്ക തിൽക്ക ഒന്ന് നോക്കി നമുക്ക് കാണാൻ കഴിയും. ഇതല്ലേ, ദാലിക്ക ഫദ്ലുല്ലാ എന്നാണ്, അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ ദാലിക്ക നമ്മൾ പഠിച്ചത് അതാ. അതേപോലെ തന്നെ രണ്ടാമത്തത് വമാ തിൽക്ക ബിയമീനിക്ക, വമാ തിൽക്ക ബിയമീനിക്ക താങ്കളുടെ വലതു കൈയിൽ എന്താണ് ഉള്ളത്, താങ്കളുടെ വലതു കൈയിൽ എന്താണെന്നാണ് അർത്ഥം പ്രധാനമല്ല. അപ്പോൾ ഇവിടെ തിൽക്ക നമ്മൾ പഠിച്ചാൽ തിൽക്ക ഇവിടെ ഉണ്ട്. അപ്പോൾ അത് രണ്ടും മനസ്സിലാക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്രീബാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ, അതേപോലെ ആൻസർ കീ, ഒരു മദ്രസ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും. ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.